വിവാഹം വേണ്ടെന്ന് വെച്ചു അല്ലേ? വേണ്ടെന്ന് വെക്കാൻ അത്രയധികം ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അമ്മാവൻ കാണിക്കുന്നവരെയൊക്കെ കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടുമെന്ന് കരുതിയോ? ആ പെൺകുട്ടിയോ അവരുടെ വീട്ടുകാരോ ഇങ്ങോട്ട് വന്ന് ആലോചിച്ചതല്ല ഈ വിവാഹം. നിങ്ങൾ അങ്ങോട്ട് ചെന്നതാണ്. സോ അത് നടന്നേ പറ്റൂ. സാധ്യമല്ല. അത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. മോഹിപ്പിച്ചിട്ട് എറിഞ്ഞുടയ്ക്കാനുള്ളതല്ല ഒരു പെൺകുട്ടിയുടെ മനസ്സ്. നിന്റെ തത്വശാസ്ത്രം നിന്റെ മനസ്സിലിരുന്നാ മതി. എന്റെ തത്വശാസ്ത്രം മനസ്സിലാക്കാനുള്ളതല്ല, നടപ്പിലാക്കാനുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനുശേഷം ഈ വീടിന്റെ പടിക്കകത്ത് എനിക്ക് സ്ഥാനം ഉണ്ടായിരിക്കില്ല. അവകാശപ്പെട്ടത് പിടിച്ചു വാങ്ങാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും ഇറങ്ങിപ്പോയതിനു ശേഷം ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോ വന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. വിവാഹം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. സ്വപ്നം കാണിച്ചിട്ട് കൊഞ്ഞനം കുത്തി കരയ്ക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു പെൺകുട്ടിയോട് ഞാനങ്ങനെ ചെയ്യില്ലെന്ന്. നീ പറയുന്നൊക്കെ നേരാണ്. എങ്കിലും ആ കുട്ടി പാവമാണമ്മേ. അഥവാ ഇപ്പൊ ചീത്തയാണെന്ന് തന്നെ ഇരിക്കട്ടെ, വിവാഹത്തിന് ശേഷം നന്നായിരുന്ന പോലെ. ഈ നൂറ്റാണ്ടിലെ പുരുഷൻ അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കരുത്. ഞാൻ പോകും. ആര് വന്നില്ലെങ്കിലും ഞാൻ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടും. നിർത്തും. ഹലോ, സഖാവ് ജയനല്ലേ? അതെ. എന്റെ പേര് ഫാസിൽ. ഞാൻ നിങ്ങൾ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന പൂർണിമയുടെ കൂട്ടുകാരി ഫൗസിയുടെ ഭർത്താവാണ്. എന്താ കാര്യം? നിങ്ങളെ കണ്ടുപിടിച്ച് ചില കാര്യങ്ങൾ പറയാൻ കാത്തിരിക്കുകയായിരുന്നു. പൂർണിമയുമായുള്ള നിങ്ങളുടെ വിവാഹം മുടങ്ങിയെന്ന് കേട്ടു. അവളൊരു പാവമാണ്. ആ കുട്ടിയെ വേദനിപ്പിക്കരുത്. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും രക്ഷപ്പെടാനാവാത്ത ഒരു കുരുക്കിൽ ആ പെൺകുട്ടി പെട്ടിരിക്കുകയാണ്. സഖാവ് ജയന് അവളെ രക്ഷപ്പെടുത്താനാവും. മനസ്സിലായില്ല? പറയാം. ആ കുട്ടിക്ക് നാട്ടുകാർ പറയുന്നത് പോലെ ആരുമായും യാതൊരു ബന്ധവുമില്ല. ആരോ അവൾക്ക് നിരന്തരമായി പ്രേമലേഖനങ്ങൾ എഴുതുന്നുണ്ട്. പ്രേമലേഖനമോ? അതെ. കഴിഞ്ഞ കുറെ നാളുകളായി എന്നും ഞാനും എന്റെ ഭാര്യയും അതേപറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ആളെ കണ്ടുപിടിക്കാൻ എത്ര ശ്രമിച്ചിട്ടും ഇതേവരെ കഴിഞ്ഞിട്ടില്ല. എങ്കിലും എനിക്കും എന്റെ ഭാര്യയ്ക്കും സംശയം അവരുടെ കോളേജിലെ ഒരു നമ്പൂതിരിയാണ്. സത്യം മനസ്സിലാക്കാതെ നിങ്ങൾ ആ കുട്ടിയെ ക്രൂശിൽ തറയ്ക്കരുത്. രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടുത്തൂ. പുറിഞ്ചു, സ്വാമിക്കൊരു ഉഗ്രൻ ചരക്കിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേനെ വെറും ബിയർ. നമ്മുടെ ഗോമതി അമ്മളുടെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1.5 ലിറ്റർ സ്കോച്ച് പൊട്ടിക്കണം. இந்த பொண்ணு திருமேனி வகை. ஆனா நான் என்னோட பிரெயின் யூஸ் பண்ணி வேற பொண்ணு லைன் போட்டிருக்கு. அது கிடைச்சா ஸ்கோச் நிச்சயம். നിനക്കെന്തിനാ വേറൊരു പെണ്ണ്? எனக்கு ஒரு பெண்ணு பറ്റാது. ഏതാ പെണ്ണ്? அது கொஞ்சம் சஸ்பென்ஸ். கிடைச்சா பின்னாடி சொல்லலாம். പുറിഞ്ചു, സാറ് വരാറായി. നീ കുപ്പി കെടുത്ത് വിളികളാ. നോക്ക നിൽക്കാതെ ഹെൽപ്പ് ചെയ്യടാ. അല്ല, പൂർണിമ ഒന്നില്ലേ? ഇല്ല. എന്താ? ഒരു കത്തുണ്ട്. ഇനിതാ ഞാൻ കൊടുത്തേ. ഒന്നുകിൽ പൂർണിമ കുട്ടിയുടെ കയ്യിൽ, അല്ലെങ്കിൽ ഫൗസിയ ബീഗത്തിന്റെ കയ്യിൽ. മറ്റാരുടെ കയ്യിൽ ഈ കത്ത് ഞാൻ കൊടുക്കില്ല. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താണ് രാവിലെ? ഒരു ലവ് ലെറ്ററിന്റെ പ്രശ്നമാ. ആർക്കാ? പൂർണിമ കുട്ടിക്കാ. നീ തന്നെ നിങ്ങൾക്ക് എന്തിനാ പെണ്ണുങ്ങൾക്ക് വന്ന കത്ത്? പെണ്ണുങ്ങൾക്ക് വന്ന കത്തല്ലേ ഒരു രസം കാണും. ഞാൻ തരത്തില്ല. ഈ കത്തിന്റെ പ്രശ്നം കണ്ടുപിടിക്കാൻ അവരെന്നെ ഏൽപ്പിച്ചിരിക്കുക. ഇങ്ങതാ ഒന്ന് ചൊറയാ പോകുന്നുണ്ടോ? എക്സ്ക്യൂസ് മീ, സെക്കൻഡ് BC ബോട്ടണിക്ക് പഠിക്കുന്ന ഭദ്രൻ തിരുമേനി അറിയാമോ? ഓ, അണ്ണൻ തിരുമേനി മോളിലുണ്ട്. വെള്ളം അടിച്ചുകൊണ്ടിരിപ്പാ. കത്ത് ആരുടെ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തരാനാ പൂർണ്ണിമയ്ക്ക് വന്ന കത്ത് തിരുമേനി പിടിച്ചു വാങ്ങിച്ചു. ഞാൻ പ്രിൻസിപ്പലിനോട്. എക്സ്ക്യൂസ് മീ, എന്റെ പേര് ജയരാജ്. അതെ. പൂർണ്ണിമയ്ക്ക് വേണ്ടപ്പെട്ട ആളാണ്. എന്താ? ആ കത്ത് ഫസ്റ്റ് PDCയിലെ പൂർണ്ണിമക്കുറിപ്പിന് വന്നതല്ലേ? അതെ. അതിങ്ങ് തന്നേക്കും. കത്ത് തരാനാവില്ല. പിന്നെ പൂർണ്ണിമയ്ക്ക് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് കുണ്ടലിന് വേണേ കൊടുക്കാം. എന്താ? സാധാ കുണ്ടലിന് 50, സ്പെഷ്യൽ കുണ്ടലിന് 75. മനസ്സിലായിട്ടാ? നീ പാടാ ശബി. ഓൾറെഡി ശബി നീ കത്തിക്കാറോ? ഇല്ല. അതറിയാമോ?
കത്ത് പൂർണിമയെ ഏൽപ്പിച്ചേക്കും. കത്ത് ആരെഴുതിയതാണെന്ന് കണ്ടുപിടിക്കാൻ തിരുമേനി ശ്രമിച്ചു. നിന്റെ ജയേട്ടൻ എങ്ങനെയോ കോളേജിലെത്തി. പുള്ളിക്കാരനും തിരുമേനിയുമായി വലിയ വഴക്കുണ്ടായി. ഒടുവിൽ നിന്റെ ജയേട്ടൻ തിരുമേനിയെ കുത്തി. ഇതാ കത്ത്. എനിക്ക് പേടിയാവുന്നു. ഞാൻ പോട്ടെ. എനിക്ക് വേണ്ട. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി. ഉറങ്ങട്ടെ. നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം. അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കണം. ത്രിഭുവനമടക്കി വാണിരുന്നരുളുന്ന മഹാപ്രഭുവിനെ കാണാൻ കൈക്കലേതും കൂടാതെ സ്വഭവനത്തിങ്കൽ നിന്നും പോലീസ് പാർട്ടി ഓഫീസ് വളഞ്ഞു കഴിഞ്ഞു. അറിഞ്ഞു. എന്ത് തീരുമാനിച്ചു? കീഴടങ്ങ്. സഖാവ് എന്താണ് ഈ പറയുന്നത്? അബദ്ധത്തിൽ ചെയ്തു പോയതാണെങ്കിലും ചെയ്തത് കൊലപാതകമല്ലേ? ജീവിതത്തിൽ ആദ്യമായി എന്റെ മനസ്സ് തളരുന്നു സഖാവെ. അറിയാതെ ചെയ്തു പോയ കുറ്റത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് തെറ്റല്ല സഖാവി. ചെയ്ത തെറ്റിൽ നിന്ന് ഒളിച്ചോടാൻ പോരാത്തതിന് ആദർശധീരനായ ഒരു പാർട്ടി പ്രവർത്തകൻ ഇത്തരം പ്രതിസന്ധികളിൽ ഒരിക്കലും പതറുകയും വരും. ശീലമില്ലാത്തത് ശീലിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പോലീസിനോട് കുറ്റം ഏറ്റുപറയുന്നതിന് മുമ്പ് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ട് കാര്യമറിയിക്കണമല്ലോ എന്ന് കരുതി വന്നതാണ്. പാർട്ടി ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ സഖാവ് എല്ലാം ഉപേക്ഷിച്ച് പോലീസിന് കീഴടങ്ങിയ പറയൂ. പ്രവർത്തകർ ഇനിയുണ്ടല്ലോ. ഇന്നലെ വരെ സഖാവ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അനുസരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സഖാവിന്റെ ജീവൻ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഇനിയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കുള്ളതാണ്. ഇല്ല, എന്നെ വിട്ടേക്കൂ. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങട്ടെ. സഖാവിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതല്ല. ഞാൻ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിക്ക് ഫോൺ ചെയ്തു കഴിഞ്ഞു. സംസ്ഥാന നേതാക്കന്മാർ ആരെങ്കിലും വരാതെ സഖാവിനെ ഞങ്ങൾ വിടില്ല. ഞാൻ പോട്ടെ സഖാവ്. ഇന്ന് ഒരേ ഒരു ദിവസത്തേക്ക്, ഒരേ ഒരു രാത്രിയിലേക്ക് സഖാവ് ഞങ്ങളുടെ കഴിയണം. പുറത്തിറങ്ങിയാൽ പോലീസ് പിടികൂടും. സഖാവ് പോയാൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ മുന്നിൽ ഞങ്ങൾ ഒളിപ്പിലാവും. ഞങ്ങൾക്ക് വേണ്ടി നാളെ പുലരും വരെ ക്ഷമിക്കൂ. കാലത്ത് നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാം. സഖാവ് പറയുന്നത് അനുസരിക്കും. ആ ദിലീപ്, എനിക്ക് പൂർണ്ണിമയെ ഒന്ന് കാണണം. എന്തിന്? നിശ്ചയിച്ച വിവാഹം ഞാൻ കാരണമാണ് മുടങ്ങിയതെന്ന് ആ പെൺകുട്ടി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണെന്നറിയിക്കാം. ഈ രാത്രിയിൽ പുലരും മുമ്പേ പോലീസ് എന്നെ പിടികൂടിയാൽ പിന്നെ അവളെ കാണാനാവില്ലല്ലോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായി മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് പൂർണ്ണിമ. ജയിലിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരിക്കൽ അവളെ കാണാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ സഖാവെ? ഇന്ന് രാത്രി സഖാവ് സ്വസ്ഥമായി ഉറങ്ങും. നാളെ നമുക്ക് എങ്ങനെയെങ്കിലും പൂർണ്ണിമയെ കാണാം.